മഞ്ചേശ്വരം മണ്ഡലം ലീഗിന്റെ കോട്ട തന്നെയാണ്. പക്ഷേ അതല്ല, ഞങ്ങൾക്കും അവിടെ വ്യക്തമായ സ്വാധീനമുണ്ട് എന്ന് ഇടത് ഒരു പ്രാവശ്യം CH കുഞ്ഞമ്പുവിലൂടെ തെളിയിച്ചു കൊടുത്തതാണ്. പക്ഷേ അങ്ങനെയായാൽ പോലും ഒരിക്കലും ഇടതോ ലീഗോ മഞ്ചേശ്വരത്തെ പൊതുജനങ്ങളെ മതത്തിന്റെ പേരിൽ രണ്ടായി കണ്ടിട്ടില്ല. മഞ്ചേശ്വരത്തെ പൊതുജനങ്ങളോട് നിങ്ങൾ ടെലികമ്മ്യൂണിക്കേഷൻ ഞങ്ങൾ പറയുന്നത് പോലെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അവരുടെ അവകാശങ്ങളെ, അവരുടെ സ്വാതന്ത്ര്യത്തെ അവർ ചോദ്യം ചെയ്തിട്ടില്ല. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും മഞ്ചേശ്വരം പരിപൂർണമായും സന്ദർശിക്കാൻ സാധിക്കും. അതിനൊന്നും യാതൊരു തടസ്സവുമില്ല. അവിടെ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ അങ്ങനെ ഒരു വിവേചനം മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ല. ചില സംഘപരിവാർ ക്രിമിനലുകൾ ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരൊക്കെ അവിടെ ശാന്തതയോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നുള്ളത്. ചില സമയങ്ങളിൽ കലാപത്തിന് ഇക്കൂട്ടർ ശ്രമിക്കുന്നത് മാത്രമേ മഞ്ചേശ്വരത്തെ വേട്ടയാടുന്ന ചില കരങ്ങളുള്ളൂ. മറ്റെല്ലാ വിഷയത്തിലും മഞ്ചേശ്വരം ശാന്തമാണ്. എന്തുകൊണ്ടാണ് നളിൻ കുമാർ കട്ടീൽ കേരളത്തിലെ കശ്മീരാകും ഇവിടെ ഇടതോ ലീഗോ വിജയിച്ചാൽ എന്ന് പറഞ്ഞത്? നിങ്ങൾ കശ്മീരിനെ ഇന്ന് ഉപയോഗിച്ചതുപോലെ എന്നെങ്കിലും മഞ്ചേശ്വരം മണ്ഡലത്തെ ഇടതോ ലീഗോ ഉപയോഗിച്ചിട്ടുണ്ടോ? ഇവിടെ എല്ലാ തരത്തിലും സ്വതന്ത്രമാണുള്ളത്. ശക്തമായ രീതിയിൽ മതേതരത്വത്തിന് കൃത്യമായ പ്രാധാന്യം നൽകിക്കൊണ്ട് ഇരുവരും മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ സമാധാന അന്തരീക്ഷമുണ്ട് മഞ്ചേശ്വരത്ത്. അത് കെടുത്താനാണ് നിങ്ങൾ കടന്നു വന്നിട്ടുള്ളത്. നളിൻ കുമാർ കട്ടീൽ പ്രസംഗിച്ചിട്ടുള്ളത് എന്താണ്? ഇവിടെ ഇടതോ ലീഗോ വിജയിച്ചു കഴിഞ്ഞാൽ കേരളത്തിന്റെ കശ്മീരാകുമെന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്? അത്രയ്ക്കും വലിയ ഒരു പ്രസ്താവന നടത്തിയിട്ട് നിങ്ങൾ എന്താണ് മഞ്ചേശ്വരത്ത് ഉദ്ദേശിക്കുന്നുള്ളത്? മഞ്ചേശ്വരം സമാധാന അന്തരീക്ഷത്തിൽ പോകുന്നത് ചില ആളുകൾക്ക് വെറുപ്പായി തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഹൃദയത്തിനകത്തുള്ള പ്രശ്നമാണ്. അത് മാറ്റാൻ പൊതുജനങ്ങൾക്കോ ആർക്കും സാധിക്കില്ല. അത് നിങ്ങൾ തന്നെ തീരുമാനിച്ചാലേ അത് മാഞ്ഞു പോവുകയുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, വർഗീയ അജണ്ടയുമായി ആര് മഞ്ചേശ്വരം മണ്ഡലത്തിൽ വന്നാലും പൊതുജനങ്ങൾ തള്ളിക്കളിയുക തന്നെ ചെയ്യും. കാരണം മഞ്ചേശ്വരത്തുകാർ മതേതരത്വ വിശ്വാസികളാണ്, മതേതരത്വത്തിനോട് കൂറു പുലർത്തുന്നവരാണ്. ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിമെന്നോ വിവേചനമില്ലാതെ എല്ലാവരെയും ഒരുപോലെ കാണുന്ന മഞ്ചേശ്വരത്ത് നളിൻ കുമാർ കട്ടീലിന്റെ ഈ പ്രസ്താവന പുല്ലുവില തന്നെയാണ് കൽപ്പിക്കുന്നുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ. ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ്, അണങ്കൂർ, കാസർഗോഡ്.